തമിഴ്നാട് കടലൂരുണ്ടായ ട്രെയിൻ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിലെ ഈ റെയിൽവേയുടെ അവകാശവാദം തെറ്റാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അപകടം ഉണ്ടായത് ഗേറ്റ് കീപ്പറുടെ പിഴവ് മൂലമെന്നാണ് പോലീസ്. ഓട്ടോ വോയിസ് റെക്കോർഡർ ഫോണിൽ സ്റ്റേഷൻ മാസ്റ്ററോട് ഗേറ്റ് കീപ്പർ തെറ്റേറ്റ് പറയുന്ന സംഭാഷണം പോലീസിന് കിട്ടി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, യഥാർത്ഥത്തിൽ ഈ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഈ ഗേറ്റ് കീപ്പറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ റെയിൽവേ നൽകിയ വിശദീകരണങ്ങൾ ഓരോന്നും ഇപ്പോൾ പോലീസ് തള്ളുകയാണ്. അതായത് റെയിൽവേ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു, അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ അടഞ്ഞു കിടന്ന ഗേറ്റ് ഈ ബസ് ഡ്രൈവർ, സ്കൂൾ ബസിന്റെ ഡ്രൈവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഗേറ്റ് കീപ്പർ ഇത് തുറന്നു നൽകിയതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ അത് അങ്ങനെയല്ല. ഗേറ്റ് കീപ്പറുടെ പിഴവ് മൂലമാണ് അപകടമുണ്ടായത്. ഒപ്പം തന്നെ ഇയാൾ ഈ ഗേറ്റ് അടച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഫോൺ ചെയ്ത് ഇയാളോട് ചോദിച്ചിരുന്നു ഈ ഗേറ്റ് അടച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇയാൾ ഗേറ്റ് അടച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ നൽകുകയും ഒപ്പം തന്നെ ട്രെയിൻ കടന്നു വരികയും ചെയ്തത്. പക്ഷേ ഗേറ്റ് അടയ്ക്കാതെയാണ് ഇയാൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്, ട്രെയിനിന് വരാം എന്നുള്ള നിർദ്ദേശം നൽകാൻ അല്ലെങ്കിൽ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി സ്റ്റേഷൻ മാസ്റ്ററോട് പറയുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത്തരത്തിലൊരു വിവരം കൈമാറിയതെന്ന് അറിയില്ല. രണ്ട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. പല സമയങ്ങളിലും ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അതായത് ഈ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇതുപോലെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഇതേ സംഭവം തന്നെയാണ് അന്ന് രാവിലെ സംഭവിച്ചതെന്നുമാണ് നാട്ടുകാരിൽ പലരും പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണ്ട് അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഗേറ്റ് കീപ്പർ തന്നെ സ്റ്റേഷൻ മാസ്റ്ററോട് പിന്നീട് വിളിച്ച് താൻ ഗേറ്റ് അടച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തുന്നതിന്റെ ഓട്ടോ വോയിസ് റെക്കോർഡർ ഫോൺ, ഇത് റെയിൽവേയുടെ ഫോണാണ്. ഈ ഫോണിൽ അത്തരത്തിൽ ഒരു വോയിസ് റെക്കോർഡ് ആയിട്ടുണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിർണായകമായ കണ്ടെത്തലാണ് ഇത്. ഗേറ്റ് കീപ്പറിന് മാത്രമല്ല റെയിൽവേയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു കണ്ടെത്തലാണ്. കാരണം റെയിൽവേ ഇത് ന്യായീകരിച്ചുകൊണ്ട് ഗേറ്റ് കീപ്പറുടെ പിഴവല്ല എന്നാണ് ഔദ്യോഗികമായ വിശദീകരണക്കുറിപ്പ് നൽകിയിരുന്നത്. പക്ഷെ അതും തെറ്റാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഗേറ്റ് കീപ്പർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ, അത് സാധാരണ രീതിയിൽ സംഭവിച്ച എപ്പോഴും സംഭവിക്കുന്ന ഒരു വീഴ്ചയാണോ അതോ എന്തെങ്കിലും കരുതി കൂട്ടിയുണ്ടായ വീഴ്ചയാണോ എന്നുള്ള അന്വേഷണം തുടർന്നു വരികയാണ്. എന്തായാലും ഈ കടലൂരിലെ ട്രെയിൻ അപകടം അത് ഒരു ഗുരുതര സംഭവമായി മരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറിച്ച് ഈ ഒരു വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൂടി മാറുകയാണ്. SKN.